അപ്പം ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. ഞങ്ങൾ എൻ്റെ ഡ്രസ്സ് എനിക്കിഷ്ടമായി. ഇന്ന് ഇന്ന് ഏതോ ഒരു അമ്പലത്തിലും ഇന്ന് വേറെ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ പോകണ്ട. എനിക്ക് സ്ഥലങ്ങളിൽ ഒന്ന് ചാണ്ടിദേവി ക്ഷേത്രത്തിൽ പോകണം, 2 മായാദേവി ക്ഷേത്രത്തിൽ പോകണം, 3 ദക്ഷ മഹാദേവ ക്ഷേത്രത്തിൽ പോകണം. 3 അമ്പലത്തിലാണ് പോകുന്നത്. സൗണ്ട് കേൾക്കണ്ടാവില്ല കേട്ടോ. ഉണ്ട് സൈലന്റ് ആകുമ്പോൾ. നീ അങ്ങേരോട് ഉണ്ടോ ചോദിച്ചു നോക്ക്. നമ്മൾ വരുമ്പോൾ ചിലപ്പോൾ വൈകി പോയാലോ. ആ സ്വാമിജിയോട് ചോദിച്ചു നോക്കി. ഇത് നമ്മുടെ സ്വാമി അയ്യപ്പ ടെമ്പിൾ മലയാളികളുടെ കേട്ടോ. ഒന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ ഞങ്ങള് ചാണ്ടി ദേവി ക്ഷേത്രത്തിൽ കേട്ടോ. അത്യാവശ്യം തിരക്ക് കാണുന്നുണ്ട്. ഇവിടെ തന്നെ ഇതാണ് കേബിൾ കാറാണ് കേട്ടോ. എത്രയെന്നറിയില്ല, പോയി നോക്കട്ടെ. പിന്നെ ഇവിടെ ഏത് ക്ഷേത്രത്തിൽ ഏത് ദേവിനെ കാണാൻ പോയാലും പൈസ ദക്ഷിണ ഉണ്ട് കേട്ടോ. 1, 10, 10, 20 എന്ന് പറഞ്ഞ കുറച്ച് അങ്ങനെ പോകും. ഷിപ്പിന്റെ കയ്യിലിപ്പുള്ള മൊത്തം 500 നോട്ടാണ്. ചേഞ്ച് ആക്കാം. ചായ കുടിച്ചിട്ട് അവിടെ ചേഞ്ച് ആക്കാം. നമുക്ക് നോക്കാം. ചേഞ്ച് അത്യാവശ്യം കാണാൻ പറ്റുന്നൊരു പ്രതീക്ഷ എനിക്ക് മറ്റേതിനെക്കാട്ടും ആയിട്ടുണ്ട് കേട്ടോ. മഴക്കോട്ട് എടുത്തില്ല. ചാറ്റിൽ മഴ പെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ തിരക്കുന്ന കുറവാണ് കണ്ടിട്ട്. രാവിലെയാണ് തോന്നുന്നു, തിരക്ക് കുറവാണ്. കേട്ടോ. ശരി, നമ്മൾ ഉള്ളിൽ കേട്ട് ബാക്കി കാണാം. പോസ്റ്റ് പോകുന്നുണ്ട്. അപ്പോൾ ചിന്നുവിനെ അത് കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ആശാൻ എവിടെ പോയി? പക്ഷെ അത് അപ്പുറം ചാടിപ്പോയിട്ടോ. അതെ, ദോസ്ത് ഒന്നല്ല 2 പേരുണ്ട്. ഇവിടെ ഇപ്പോൾ കയറാൻ പറ്റില്ല. കാരണം വെച്ചാൽ റോബേൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ. കണ്ടേ കണ്ട് റോബേൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ റോബേൻ്റെ പണി നടക്കുന്നുണ്ട്. 2 ദിവസം അത് അടച്ചിരിക്കുന്നതാണ് പറഞ്ഞത്. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ചിലപ്പോൾ ഓപ്പൺ ആവുമെന്ന് പറയുന്നുണ്ട്, ഉറപ്പില്ല. അപ്പോൾ നമ്മൾ നോക്കാം. അപ്പോൾ നമ്മൾ നടക്കാൻ 2ാമത്തെ ക്ഷേത്രത്തിലേക്ക് പോവാണ്. മായാദേവി ക്ഷേത്രം. നമ്മൾ മായാദേവി ക്ഷേത്രം. ഇവക്കുണ്ടല്ലോ, ഇവക്ക് വിചാരം ഭാഷ പറയുന്നവരുണ്ട് കേട്ടോ. ഒരു പുച്ചാണ്. ഞാൻ നിൽക്കടേ, ക്യാമറ പോയി നിൽക്ക്. നിന്റെ പിടിക്ക്. ചായ ഇവിടെ ഉള്ള മസാല ചായ ആയിക്കട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത ക്ഷേത്രത്തിലേക്ക് പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ അടുത്ത ക്ഷേത്രം കേട്ടോ, മായാദേവി മന്ദിർ. ശക്തിപീഠങ്ങളിൽ ഒന്നാണ് ഇത്. സതീദേവിൻ്റെ ഹൃദയം കിടക്കുന്ന സ്ഥലം എന്ന് പറയാറ്. എന്തായാലും ഉള്ളിൽ പോയി നോക്കാം. കയറാൻ പോവാണ്. ചെറിയൊരു അമ്പലം കേട്ടോ. ധർമ്മശാലയും അമ്പലവും ഒക്കെ ഒരുമിച്ചാണ്. കേട്ട് വരാം. നമ്മൾ അടുത്ത അമ്പലത്തിൽ എത്തിട്ടോ. ഉമ്മത്തിങ്കായ പ്രസാദം. ഇവന് ശിവനയുടെ മാല. ഇത് ഭുവനേശ്വര അങ്ങനെ എന്തോ ഒരു അമ്പലത്തിൻ്റെ പേര്. ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് പറഞ്ഞില്ല കറക്റ്റ്. ഞങ്ങൾ കയറാം. ഉള്ളിൽ ക്യാമറ ഞങ്ങൾ എടുക്കുന്നില്ല കേട്ടോ. ഞാൻ തൊഴുതിട്ട് ഞങ്ങൾ ഇറങ്ങി വരാം. അവിടെ നിന്ന് തൊഴുതിറങ്ങി കേട്ടോ. തൊഴുത് വെച്ചാൽ ആ അമ്പലത്തിന് തൊട്ടപ്പുറത്തിന് വേറെ അമ്പലമുണ്ട്. അങ്ങോട്ട് പോവാണ്. ആക്ച്വലി ഞങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. കാരണം എല്ലാ പൂവും അവിടെ ഞങ്ങൾ അർപ്പിച്ചു പോകാൻ. ഇവിടെ കുറച്ച് കൊടുക്കണ്ടായിരുന്നു.
ഇല്ല, ഒക്കെ ഒരുമിച്ച് നടന്നു. ആ ഇപ്പോൾ നമുക്ക് തൊഴുതിട്ട് നമുക്ക് ഇറങ്ങാം കേട്ടോ. ദേവിക്ക് മനസ്സിലാവും. പിന്നെ ഇത് ശരിക്കും ഒരു പീസ്ഫുൾ ഏരിയ അല്ലേ? വലിയൊരു പൊല്യൂഷൻ അങ്ങനെയൊന്നുമില്ല, സുഖമാണ്. ശരിക്കും നല്ല സുഖം. ഒരു മനസ്സിൽ നമുക്ക് മറ്റൊക്കെ കുറച്ച് തിരക്ക് ഉള്ള സ്ഥലമായിരുന്നു. ഇത് അങ്ങനെ തിരക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു സുഖം മനസ്സിൽ കേട്ടോ. രസമുണ്ട്. അപ്പം ഞങ്ങൾ തൊഴുതിട്ട് ബാക്കിയാണ് കേട്ടോ. ആ വെച്ചിട്ട് കൊണ്ടാണ്. അതാണ് അമ്പലം, അവിടെയുണ്ട്. ആ മുകളിൽ പോയി തൊഴുത് നമുക്ക് പോരാം കേട്ടോ. ഞങ്ങൾ തൊഴുതിട്ട് ഇനിയും ബാക്കി എടുക്കാം. ഇതാണ് കേട്ടോ അമ്പലം. ഇവിടെ ശങ്കരൻ്റെ ഇതുണ്ട്. ശിവ, ഞങ്ങൾ തൊഴുതിട്ട് വരാം കേട്ടോ. ഞാൻ ഇവിടെ ഇരിക്കാം, മറിഞ്ഞു പോവില്ലാത്ത രീതിയിലുള്ള. എടാ വെള്ളത്തിൽ നിന്ന് പറിക്കാൻ മതി. ചിലർ 5 എണ്ണം വയ്ക്കണം, ചിലർ 4 എണ്ണം വയ്ക്കണം. ഞങ്ങളുടെ കൂടെ പൊന്നേ കടിക്കുമെന്നറിയില്ല. ദൈവമേ, അടുത്തൊക്കെ വന്നിരിപ്പുണ്ട്. അയ്യോ, അതിൻ്റെ അടുത്ത് വന്നിരിക്കും. നോക്കി കടിക്കരുതട്ടോ. ഒന്നുമില്ല, പട്ടി പഴം തിന്നൂലല്ലോ. പോവാം, ബാ ബാ. കൃഷി നിൻ്റെ അടുത്ത് വന്നു. ഇത് ഓരോ കല്ല് വെച്ചാണ് ഓം നമഃ ശിവായ പറഞ്ഞ്. മറയില്ലാത്ത രീതിയിലുള്ള എങ്ങനെയാണെന്ന് വെച്ചേക്കണേ. എന്നാ പട്ടി മറിച്ചും കളിയോ ദൈവമേ, കൂടെ വന്നിട്ട്. ഇത് നമ്മുടെ നമഃ ശിവായ, നമഃ ശിവായ. ഇങ്ങോട്ട് നോക്കിയേ, നമഃ ശിവായ. ആണെന്നറിയില്ല, എൻ്റെ കൂടെയോ കൂടിയേക്കണേ. ഇവിടെ കഴിഞ്ഞ് മേലെയുണ്ട്. മനസ്സിൽ നല്ലൊരു സുഖമുണ്ട് കേട്ടോ. അവിടെ പ്രാർത്ഥിച്ചില്ല ദൈവത്തിൻ്റെ അടുത്ത്. മധുരം വേണം.
छोड़ दियो चप्पल माला ഇതിനകത്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രധാന പ്രതിഷ്ഠ എന്നതിനകത്താണ് ഞങ്ങൾ ഇറങ്ങിയാണ് തൊഴുതിറങ്ങി. അവിടെ വീരഭദ്രസ്വാമിയുടെ ഒരു ഇതുണ്ട്. നമ്മൾ ബാക്കിലൂടെ കയറിയിട്ടാണ് വരുന്നത് കേട്ടോ. ബാക്കിലൂടെ കയറിയിട്ട് അതിനൊക്കെ ഇറങ്ങി വന്ന് തൊഴുത് ഇറങ്ങി വരും. ശരിക്കും ഫ്രണ്ട് സൈഡ് ഇവിടെയാണ്. ഞങ്ങൾ കയറിയത് ബാക്ക് സൈഡിൽ കൂടെയാണ്. ഞങ്ങൾ ബാക്ക് സൈഡ് കയറിയത് ശരിക്കും പറഞ്ഞാൽ വന്നപ്പോൾ ഇത്ര ആക്കാനല്ല, പക്ഷെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല അത്യാവശ്യം ആക്കാനുണ്ട് കേട്ടോ. ശിവന്റെ ചതിനകത്തേക്കുന്നൊരു ഇതുണ്ട്. ചിന്നുതെ ആണ് താഴത്തേക്ക് ഇറങ്ങും കേട്ടോ. കാലൊന്ന് മുക്കാൻ വേണ്ടിട്ട് ഞാനും പതുക്കെ ഇറങ്ങുകയാണ്. അത്യാവശ്യം വഴുക്കുണ്ട് ഇവിടെ കേട്ടോ. നമ്മൾ കാല് കഴുകിയിട്ട് വരാം. ശങ്കരൻ, സതീദേവി, ആദിപരാശക്തി രജൻസ്. ആ എൻ്റെ ഉണ്ടോ? എൻ്റെ ഇതിൽ ആ മുകളിലത്തെ വരല്ല, കറക്റ്റ് മുടിയുടെ വന്നുകൊണ്ട്. ചിന്നത് വീണ്ടും ഷോപ്പിങ്ങിലേക്ക് കയറി കേട്ടോ. അടുത്ത അമ്പലത്തിൽ ഞങ്ങൾ കയറി. ആ സാധനം ചിന്നു നല്ലോണം ആകർഷിക്കുന്നു വേണ്ടിയിട്ടാണ്. ഞങ്ങളെന്തായാലും ഒന്ന് തൊഴുത് വരാൻ ഉള്ളിൽ കേട്ടോ. ചിന്നിവിടെ ഇതാ അത് കെട്ടാൻ പോവാണ് കേട്ടോ. ഇവിടെ ഹനുമാൻജിയെ പ്രാർത്ഥിച്ച് ഇവിടെ കെട്ടിക്കോ. പിന്നെ അവിടെ കെട്ടിക്കിട്ട് അകത്ത് കെട്ടുന്നില്ലല്ലോ.
രാവിലത്തെ മാതിരി ഞങ്ങൾ വീണ്ടും ഇവിടെ നിന്ന് എത്തി കേട്ടോ. ഓപ്പൺ ഞാൻ റോപ്പ് വേ കംപ്ലൈൻ്റ് ആയിരുന്നു. ഇത് 3 ദിവസമായിട്ട് കംപ്ലൈൻ്റ് എന്നാണ് പറഞ്ഞത്. ഇന്ന് നന്നാക്കിയിട്ടുണ്ട് തോന്നുന്നു, പോയി നോക്കട്ടെ. ഇല്ലെങ്കിൽ നടക്കാതെ ഞാൻ വിചാരിച്ചു. ചിന്നുവിന് പറ്റാത്തതുകൊണ്ട് അതും ക്യാൻസൽ ചെയ്യേണ്ടി വരും. ഒരു 2.75-3 കിലോമീറ്റർ ഉണ്ടാവും. 2.75-3 കിലോമീറ്റർ. എനിക്കാണ് നിനക്കാണ് 3 കിലോമീറ്റർ. നടക്കുന്ന സ്പീഡ് കിലോമീറ്റർ മാറുന്നില്ല. നമുക്ക് നോക്കുക, ഇല്ലെങ്കിൽ പിന്നെ പ്രാവശ്യത്തേക്ക് അത് മാറ്റേണ്ടി വരും ട്രിപ്പ്. എന്തായാലും നോക്കുക. കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു എനിക്ക്. കുഴപ്പമില്ല, നമ്മൾ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ദൈവം കാത്തു. എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വരാനുള്ളത്. എന്തായാലും പോയി കണ്ടിട്ട് വരാം. നമ്മളൊരു ടിക്കറ്റ് എടുത്തിട്ടോ. ഇവിടെ 480 രൂപയാണ് ടിക്കറ്റ്. മറ്റോടത്ത് നമുക്ക് വന്നത് 360 രൂപ. പക്ഷെ ഇന്നലെ ഈ ടിക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ മീൻസ് ഈ നമുക്ക് രണ്ടും കൂടി 450 രൂപ കിട്ടിയാണേ. ഇത് കൊമ്പനല്ലോ ഇല്ല, ഇത് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ കയറാൻ മാത്രമേ ഉള്ളൂ, കമ്പൈനല്ല. ഇത് നമ്മൾ മേടിച്ചിട്ടോ. അവിടെ പൂജയ്ക്ക് കൊടുക്കാൻ നമ്മൾ എടുത്തു. പിന്നെ പ്രസാദം നമ്മൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി മുകളിൽ കയറിയിട്ട് മുകളിനകത്ത് കയറി. അത്യാവശ്യം തിരക്കുണ്ട്. പക്ഷെ കഴിഞ്ഞാൽ തിരക്കിപ്പോൾ കുറവാണ്. ഒന്നാമത് റോപ്പ് ബാൻഡ് ആർക്കും അറിയില്ലായിരുന്നു. നമുക്ക് തുടങ്ങി വന്നിട്ടുള്ളൂ, അതുകൊണ്ട് സമയമുണ്ട്. നമ്മൾ മേടിച്ച് ഇറങ്ങി നമ്മൾ മുകളിലേക്ക് നീ കയറി. നമ്മൾ കയറിട്ടോ. ഇതാ കട്ടാക്കി. താഴത്ത് കണ്ടേ. പിന്നെ മറ്റേ പോലെ ചെറിയ ക്യാബിനാട്ടോ. വലിയ ക്യാബിന്, ചെറിയ ക്യാബിന്. വാ അത്യാവശ്യം താഴത്ത് വേണം. താങ്ങാൻ പറഞ്ഞിട്ടുണ്ട് താഴത്ത്. പതുക്കെ പോണേ. മറ്റേ ഹൈറ്റ് ഉള്ളതുകൊണ്ടാ തോന്നുന്നു. താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ബാക്കി കാണിക്കാം. അത്യാവശ്യം ഹൈറ്റ് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. അത്യാവശ്യം ഹൈറ്റ് കണ്ട് എത്രത്തോളം ഹൈറ്റ് ഏകദേശം ഒരു വൃത്തം പോയിട്ടുണ്ടാവും. 3 ചക്രം സംഭവം ഉണ്ടോ? 3 കിലോമീറ്റർ ഉള്ളൂ. ഞാൻ നോക്കിയാ അതുണ്ട്. ഇവിടെ 2-3 കാറില്ല. ഞങ്ങൾ മുകളിലെത്തിട്ടോ. മുകളിലെത്തി ഇറങ്ങി. ചണ്ഡിദേവി മാത്രം ഇങ്ങോട്ടാണ്. ഞങ്ങൾ ഇറങ്ങട്ടെ. ഇറങ്ങിയിട്ട് ബാക്കി കണ്ടു കഴിഞ്ഞിട്ട് ബാക്കി കാണിക്കാം കേട്ടാ. ഉറങ്ങന്മാർ ശ്രദ്ധിക്കാൻ എഴുതിച്ചിട്ടുണ്ട്. വിവേക് ഫ്രം മങ്കീസ്. ഓക്കെ. ഏറ്റവും രസം എന്ന് വെച്ചാൽ ചിന്നുവിനെ പറ്റി ചെറിയ പറ്റില്ലേ. റോപ്പ് ഇറങ്ങി കഴിഞ്ഞിട്ടും അത്യാവശ്യം നടക്കണം. എന്താ ആശാമാർ ഫോൺ കൊണ്ടുവന്ന് അറിയില്ല. അപ്പം അധികം തിരക്കില്ല കേട്ടോ. അല്ല കാലിയാണ്. ചില ഒന്നാമത് ഇതൊക്കെ ഫുൾ ആവുകൊണ്ടാണ്.
തിരക്ക് കുറഞ്ഞ വെച്ചാൽ ഒന്നേ പറഞ്ഞില്ലേ റോബേൻ്റെ കംപ്ലൈൻറ്റ് കാരണം അത് അവർ വരുന്നില്ല. അതുകൊണ്ടാണ് മെയിൻ കാരണം. എന്തായാലും കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. മറ്റമ്പലം വരെ നല്ല സ്റ്റെപ്പ് ഉണ്ട്, മുകളിൽ കയറാണ്ട്. അത്യാവശ്യം നല്ല ലൈറ്റിലേക്കാണല്ലേ. നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം വേണ്ട താഴത്ത്. ഇവിടെ വന്നപ്പോൾ പറഞ്ഞേ വണ്ടി എവിടേക്ക് കയറ്റായിരുന്നു കേട്ടോ. സത്യം ഞാൻ അറിഞ്ഞില്ല. ചിന്നു പറഞ്ഞായിരുന്നു. ചിന്നിട്ടെ പറഞ്ഞേ. എന്തായാലും അത് കഴിഞ്ഞു, തീർന്നു. ശരി എന്നോ തൊഴുതിട്ട് വരാം. ഇതായിട്ട് നടന്ന് വരേണ്ട സംഭവം. വണ്ടിയിൽ കയറുന്ന കാണുന്നില്ല, എന്നാൽ കാണുന്നൊക്കെ ഉണ്ട്. നടന്നാണ് എല്ലാവരും വരുന്നത്. നടന്നാൽ തന്നെ കറങ്ങി ആ മോൾ കൂടെ കയറി അങ്ങനെ കറങ്ങിയാണ് വരേണ്ടത്. ഞങ്ങൾ മറ്റേ റോബേ വഴി കയറി, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ചണ്ഡിദേവിയുടെ ഇടയ്ക്ക് എഴുത്ത് തൊഴുതു. ഇപ്പം നമ്മൾ നമ്മുടെ അഞ്ജലി ദേവി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഹനുമാൻ്റെ അമ്മയുടെ അടുത്തേക്കാണ് പോകും കേട്ടോ. അതെ ഇവിടെയൊക്കെ നല്ലോണം പരമാരുണ്ട്. ഇവിടെ കുറച്ച് ഇതില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതാണ് ക്ഷേത്രം മുകളിൽ ഉണ്ട്. അവിടെയൊക്കെ ഉണ്ട് ഗംഗ, നിറഞ്ഞൊഴുകി നിൽക്കുന്ന ഗംഗയാണ്. അപ്പം ഞങ്ങൾ തൊഴുതിറങ്ങി കേട്ടോ. അഞ്ജലി ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങി. ക്ലൈമറ്റിൽ കാണിച്ചു, ക്ലൈമറ്റ് ഉണ്ടോ, മൂടൽ മഞ്ഞ് ഇറങ്ങി തുടങ്ങി. നല്ല ഇതിൽ മഞ്ഞിറങ്ങുന്നുണ്ട്. വേണ്ടേ ഞങ്ങൾ മെല്ലെ ഇറങ്ങും കേട്ടോ. ചെറുതായിട്ടുണ്ട്, ചെറുതായിട്ട് കുഴയുന്നുണ്ട്. എനിക്ക് കുക്കുംബർ ഇഷ്ടമല്ലല്ലോ. भैया एक प्लेट, एक प्लेट